An isosceles triangle has to be made like this. The height should be 2 meters less than the base and the area of the triangle should be 12 square meter. What should be the length of its side? ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സമപാർശ്വ ത്രികോണം ഉണ്ടാക്കണം. ഉയരം പാദത്തേക്കാൾ 2 മീറ്റർ കുറവായിരിക്കണം. ഉയരം പാദത്തേക്കാൾ 2 മീറ്റർ കുറവായിരിക്കണം. പരപ്പളവ് 12 ചതുരശ്ര മീറ്ററും ആകണം. ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം എന്തായിരിക്കും? അപ്പോൾ ചിത്രത്തിൽ തന്നിട്ടുള്ള ത്രികോണം അതാണ്. അതിന് ഞാൻ ഒരു പേരുകൾ കൊടുത്തു, ABCD എന്ന് കൊടുത്തു. ഇതിൽ ഹൈറ്റ് എന്ന് പറയുന്നത് CD ആണ്, AB ആണ് ബേസ്. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഹൈറ്റ് ഷുഡ് ബി 2 മീറ്റർ ലെസ് ദാൻ ദ ബേസ്. പാദത്തിനേക്കാൾ 2 മീറ്റർ കുറവായിരിക്കണം എന്ത്? ഹൈറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പാദം 10 ആണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് എത്രയായിരിക്കണം? 8 ആയിരിക്കണം. അങ്ങനെ ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, അപ്പം AB, ആ പാദത്തിന് AB എന്ന് പറയുന്ന സൈഡിനെ ഞാൻ X എന്ന് എടുത്തു, നമ്മളുടെ പാദം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CD, നമ്മളുടെ ബേസ് എന്തായിരിക്കും? X - 2 ആയിരിക്കും. AB നെ X എന്ന് എടുത്തു കഴിഞ്ഞാൽ ബേസ് CD എന്തായിരിക്കും? X - 2 ആയിരിക്കും. അഥവാ നമ്മുടെ ഹൈറ്റ് CD നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും. AB ഏതാണ്? CD. AB എന്ന് പറഞ്ഞാൽ പാദം, CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ്. പാദത്തിനേക്കാൾ 2 മീറ്റർ കുറവായിരിക്കണം ഹൈറ്റ്. അപ്പോൾ പാദത്തിന് X എന്ന് എടുത്തു കഴിഞ്ഞാൽ മറ്റെന്ത് വരും? സ്വാഭാവികമായിട്ടും എന്ത് വരും? X - 2 എന്ന് വരും. ഇനി നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്, അഥവാ പരപ്പളവ് തന്നിട്ടുണ്ട്, 12 ചതുരശ്ര മീറ്റർ ആണെന്നുള്ളത്. എന്താണ് ട്രയാങ്കിളിന്റെ ഏരിയ? ഹാഫ് BH. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് നമ്മൾ എടുത്തു X ആണ്, ഹൈറ്റിനെ നമ്മൾ X - 2 ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ വാല്യൂ കൊടുത്തു. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദം, അത് X ആയിട്ട് എടുത്തു, ഇൻറ്റു H എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, അതിനെ X - 2 ആയിട്ട് എടുത്തു, ഈക്വൽ ടു 12. നമുക്കറിയാം ഏരിയ 12 തന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഡിനോമിനേറ്ററിലുള്ള 2നെ ഞാൻ ഇപ്പുറത്തെ RHSലോട്ട് കൊണ്ടുവന്നു. ഇവിടെ അത് ഹരിക്കാനാണ്, ഇപ്പുറം വന്നപ്പോൾ അത് ഗുണിക്കാനായി. അപ്പൊ X ഇൻറ്റു X - 2 ഈക്വൽ ടു 12 ഇൻറ്റു 2. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ ടേമിനെയും ബ്രാക്കറ്റിന് പുറത്തുള്ള ടേം കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആദ്യം X ഇൻറ്റു X, X സ്ക്വയർ, മൈനസ് ഇട്ടു, then X ഇൻറ്റു 2, 2X. അപ്പൊ X സ്ക്വയർ - 2X എന്ന് കിട്ടും. then 12 ഇൻറ്റു 2, 24 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ യൂസ് ചെയ്യാം. X സ്ക്വയറിന്റെ കൂടെ 1 ആണ്. then X ന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യാം. X ന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യാം. അപ്പൊ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. ഇവിടെ X സ്ക്വയർ - 2X എന്നുള്ള ഇവിടെ ഒരു നമ്പർ ഇല്ല, ആ നമ്പർ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. X ന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ വർഗം. അപ്പൊ X ന്റെ കൂടെയുള്ള സംഖ്യ 2, 2ന്റെ പകുതി 1, 1ന്റെ സ്ക്വയർ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അത് രണ്ട് ഭാഗത്തും കൂട്ടി. അപ്പോ ഇനി ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് എഴുതുമ്പോൾ X സ്ക്വയറിന് X എടുക്കും, X ന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയും എടുക്കും. എന്നിട്ട് ഇവിടുത്തെ സൈൻ മൈനസ് ആണെന്നുണ്ടെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കും. ഒന്നുകൂടി, X സ്ക്വയറിന് X എടുത്തു, ഇവിടുത്തെ സൈൻ മൈനസ് ആണ്, അതുകൊണ്ട് മൈനസ് ഇട്ടു. X ന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതി, അതിന്റെ സ്ക്വയർ അല്ല, പകുതി, then ഹോൾ സ്ക്വയർ ഈക്വൽ ടു 24 1 25. ഇനി സ്ക്വയർ കളയാൻ എന്ത് ചെയ്യാം? റൂട്ട് എടുക്കുക. അപ്പൊ X - 1 ഈക്വൽ ടു √25 എന്ന് കിട്ടും. √25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +or -5 കിട്ടും. ഓക്കെ, 5 -5 ഇൻറ്റു -5ഉം 5 ഇൻറ്റു 5ഉം എന്ത് തന്നെയാണ്? 25 ആണ്. അപ്പൊ X - 1 ഈക്വൽ ടു +or -5 എന്ന് കിട്ടും. then X - 1 ഈക്വൽ ടു 5 എന്ന് എടുക്കാം, അല്ലെങ്കിൽ X - 1 ഈക്വൽ ടു -5 എന്ന് എടുക്കാം. then X ഈക്വൽ ടു 5 പ്ലസ് -1നെ അപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ, ഓക്കെ, -1 ഇപ്പുറം വരുമ്പോൾ എന്താവും? +1 ആവും. അപ്പൊ 5 + 1 ആവും. -1 ഇപ്പുറം വരുമ്പോൾ +1 ആവും. X ഈക്വൽ ടു 6 എന്ന് കിട്ടും, അല്ലെങ്കിൽ X ഈക്വൽ ടു -4 എന്ന് കിട്ടും. അതിൽ ഈ -4 നമ്മൾ എടുക്കില്ല. എന്തുകൊണ്ടാ? ഒരു സൈഡിന്റെ ലെങ്ത് നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ആയിട്ട് പറയില്ല. അതുകൊണ്ട് തന്നെ Xനെ നമ്മൾ എന്തായിട്ട് എടുക്കുള്ളൂ? 6 ആയിട്ട് എടുക്കുള്ളൂ. അപ്പൊ നമുക്ക് ബേസ് കിട്ടിയ എത്രയാ? 6 എന്ന് കിട്ടി. ഓക്കെ, AB 6 എന്ന് കിട്ടി. അതേപോലെ തന്നെ CD എന്തും കിട്ടി? 4 എന്നും കിട്ടി. ഓക്കെ, AB 6 കിട്ടി, ബേസ് എന്തും കിട്ടി? 4 കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ പറഞ്ഞല്ലോ ട്രയാങ്കിളിന്റെ വശങ്ങൾ കാണാനുണ്ടോ? ട്രയാങ്കിളിന്റെ ഒരു സൈഡേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ഇനി രണ്ട് വശങ്ങൾ കാണാനാണ്. അപ്പോ ബേസ് 6 കിട്ടിയിട്ടുണ്ട്, ഹൈറ്റ് 4 സെന്റിമീറ്ററും കിട്ടിയിട്ടുണ്ട്. ഇനി കൺസിഡർ ട്രയാങ്കിൾ ADC. ADC എന്ന് പറയുന്ന ത്രികോണം മാത്രം എടുക്കുക. ഓക്കെ, അതില് AD ഈക്വൽ ടു 3 സെന്റിമീറ്റർ. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണല്ലോ. അപ്പൊ ഇവിടെ 3 സെന്റിമീറ്റർ വരും, ഇവിടെ 3 വരും അല്ലെ. 6നെ 3 3 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും?
സ്പ്ലിറ്റ് ചെയ്യും. 6 3 3 സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇനി പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാലോ. h സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെയാണ് 90 ഡിഗ്രി വരിക. ആ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോട്ടനസ് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ അത് h സ്ക്വയർ ആക്കിയിട്ട് തന്നെ എഴുതി. a സ്ക്വയറിനെ 3 എന്നും ബി സ്ക്വയറിന് 4 എന്ന് എടുത്തു. 3ന്റെ സ്ക്വയർ 9 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്. 9 ഉം 16 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 25 എന്ന് കിട്ടും. അപ്പൊ h സ്ക്വയർ ഈക്വൽ ടു 25 ആണെന്നുണ്ടെങ്കിൽ h എന്തായിരിക്കും? റൂട്ട് 25, h ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ 5 എന്ന് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് തന്നെയായിരിക്കും? 5 തന്നെ ആയിരിക്കും. അപ്പൊ ട്രയാങ്കിളിന്റെ സൈഡുകൾ എന്തൊക്കെയാ? 5 5 6.